ഫസ്റ്റ് ഓഫ് ഓൾ മാഡം കൺഗ്രാറ്റുലേഷൻ, അടിപൊളി സെഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ട് നല്ലൊരു സെഷൻ നടത്തി നിന്ന് കിട്ടിയത് തന്നെ റിയലി അപ്രീഷിയേറ്റബിൾ ആണ്. പ്രത്യേകം എടുത്ത് പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ യൂസ്ഫുൾ ആവും എന്നുള്ള വിചാരിച്ചത് കൊണ്ടാണ് ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് ഞാൻ ഇന്നത്തെ നമ്മളെ ടീമുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മുന്നേ ധരിച്ചു വെച്ചിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി എന്നുള്ളത് എല്ലാം പോലെ നമ്മള് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് പോലെ വാങ്ങിച്ച് വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാണ് ധരിച്ചിരുന്നത്. ഉദാഹരണം തക്കാളി വാങ്ങാൻ പോണ പോലെ, നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോണ പോലെ, മറ്റുള്ള സാധനങ്ങൾ വാങ്ങാൻ പോലെ നമ്മൾ ആഗ്രഹിച്ചത് നേരിട്ട് കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഫാമിലി എന്നുള്ളത് അത് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടുക എന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടിയത് കമ്മ്യൂണിറ്റിയിൽ വന്നത് കൊണ്ടാണ്. ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന്റെ മുന്നേ ഒരു മതപണ്ഡിതനും അതേപോലെ അതിനിടയിൽ കച്ചവടം ചെയ്തിരുന്നു, കച്ചവടക്കാരനായിരുന്നു. മുംബൈയിലാണ് ഏകദേശം ഒരു 9.5 വർഷമായിട്ട് ബിസിനസ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ കരുതിയിരുന്നത് വിവാഹം കഴിച്ചു പോയി ഫാമിലിനെ കൊണ്ടുപോകും, ആവശ്യം വരുന്ന സമയത്ത് നാട്ടിലേക്ക് വരും, 3 മാസം കൂടെ നാട്ടിലേക്ക് വരും. അപ്പൊ ഇതൊക്കെ ഉള്ളി നമ്മളെ ഈ ജേണിന്റെ ഭാഗമാണ്. ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ഒന്നും അങ്ങനെ കൃത്യമായിട്ട് കൊടുക്കേണ്ടി എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവര് ആഗ്രഹിച്ച രീതിയിൽ നല്ലൊരു ഭർത്താവായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയാതിരുന്നത്. ഇത് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നാട്ടില് സ്റ്റിക്ക് ഓൺ ആവുകയും ഞാൻ ബോംബെയിലാവുകയും ചെയ്ത സമയത്താണ് അതിന്റെ പ്രാധാന്യത്തെ എനിക്ക് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞത്. കാരണം എന്താ വെച്ചാല് നമ്മള് അധിക പ്രവാസികൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ധരിച്ചു വെച്ചിരിക്കുക എന്താ വെച്ചാല് നമ്മള് മാസം നിശ്ചിത എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയി, നമ്മൾ എല്ലാം നോക്കണല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെ അവര് ചെയ്യാം, നമ്മളെ തിരക്കിന്റെ ഇടയിൽ നമുക്ക് ജീവിച്ചു പോയാൽ മതി എന്നുള്ള ഒരു ധാരണയിലാണ് അധിക പ്രവാസികളും ജീവിച്ചു പോവുക. എന്നാൽ അതേ ഒരു അവസ്ഥയിലാണ് ഞാൻ പോയിരുന്നത്. ഞാൻ അങ്ങനെയാണ് ധരിച്ചിരുന്നത്. എന്നെനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ വൈഫിനെ, ഫാമിലിയെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാനും അവരുടെ ആഗ്രഹങ്ങൾ ചോദിക്കാനും. പക്ഷെ എങ്ങനെയാണ് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളൊരു കാര്യം എനിക്കറിഞ്ഞില്ല. മറ്റുള്ള ആളുകൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് എൻജോയ് ചെയ്ത് പോകുന്ന സമയത്ത് റീൽസുകളൊക്കെ കാണുമ്പോൾ, വീഡിയോകളൊക്കെ കാണുമ്പോൾ അതൊക്കെ കൊതിച്ചു നിൽക്കും. എനിക്ക് എന്തുകൊണ്ട് ഇതൊന്നും അട്രാക്റ്റീവ് ആവുന്നില്ല എന്നുള്ള ഒരു ദുഃഖമാണ് എന്നെ സമയത്തോളം ഉണ്ടായിരുന്നത്. സത്യത്തില് ആ ഒരു സങ്കടം ഞാൻ അറിഞ്ഞത് എന്റെ ഡിവോഴ്സ് എന്നുള്ള ഒരു സംഗതിയിലേക്ക് ഞാൻ വന്ന സമയത്താണ്. കാരണം ഫാമിലിയിലേക്ക് ഞാൻ കൃത്യമായിട്ട് കെയർ കൊടുക്കുന്നില്ല, സ്നേഹം കൊടുക്കുന്നില്ല. അവരെന്തെങ്കിലും പറയുന്ന സമയത്ത് ഞാൻ ബിസിനസ് കച്ചവടത്തിലാണ്, എനിക്ക് ഇന്ന സമയത്തെ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഷാട്ടിൽ പിടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ എന്നെ ഒഴിവാക്കുന്ന ഒരു ഘട്ടം വന്നത് എന്റെ വൈഫിന്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ ശേഷം എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനം എടുക്കുന്ന ഒരു സങ്കടം ഞാൻ അറിഞ്ഞത് സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി മുതൽ ഈ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാല് എനിക്ക് ഒരിക്കലും ഫാമിലി എന്നുള്ള ഒരു കൺസെപ്റ്റ് എനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാല് നമ്മള് വിവാഹം എന്നുള്ളത് ഒരു പുണ്യമായ കാര്യമാണ്. പക്ഷെ അത് എത്ര കഴിക്കുന്നു എന്നതല്ല, കഴിച്ച വിവാഹങ്ങളെ എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നതാണ് പ്രധാനം. ഈ ഒരു തിരിച്ചറിവ് എനിക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് കിട്ടിയത്. കാരണം ഈ കമ്മ്യൂണിറ്റി എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എന്താ വെച്ചാല് ഫാമിലി എങ്ങനെ നോക്കണം, ഫാമിലി എങ്ങനെ കൊണ്ടു നടക്കണം, കാരണം അവര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കണം എന്നാണ്. ഇതിന് ഞാൻ ചെയ്ത ഒറ്റ ടൂൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ് എനിക്ക് കിട്ടണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നേടിയെടുക്കണം എന്നുള്ള കാര്യം അവരോട് നേരെ പറയുന്ന ഒരു രീതി മാറ്റിയിട്ട് മാഡം നേരത്തെ പറഞ്ഞതുപോലെ ഒരു തേർഡ് പാർട്ടിയുടെ അപ്രോച്ച് ഞാൻ സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ആയ സമയത്ത് ഞാൻ ഇഷ്ടപ്പെട്ട വിശ്വസിക്കുന്ന ഒരാളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ക്രമാതീതമായിട്ട് കുറയാൻ തുടങ്ങി. ഇത് പൂർണ്ണമായിട്ട് ഞാൻ ഈ രീതിയിൽ മുന്നോട്ട് പോയ സമയത്ത് എനിക്ക് പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭാര്യ, ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന ഒരു ഭാര്യയായിട്ട് മാറാൻ തുടങ്ങി. അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണ് എനിക്ക് കിട്ടിയ വെച്ചാല്, എനിക്ക് ഇപ്പോ സന്തോഷമായിട്ട് എന്റെ കൂടെ
വെൽനസ് ക്ലബിലേക്ക് വരുന്ന, ഹെൽത്തിൽ ഇംപ്രൂവ്മെന്റ് ആക്കുന്ന, എനിക്ക് ഞങ്ങളോട് ഒരുമിച്ച് ജീവിക്കുന്ന, നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടി. കാരണം ഇതിന് കുറെ അധികം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. സാക്രിഫൈസ് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അല്ലാതെ നമ്മളുടെ ആവശ്യങ്ങളോട് കൂടെ ഇത് കിട്ടണമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഈ അടുത്ത് ഒരു മാധ്യമത്തിൽ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. നിറയെ മതപണ്ഡിതരുമായിട്ട് ഒരു പ്രമുഖ മാധ്യമം നടത്തിയ ഇന്റർവ്യൂ. നിങ്ങളുടെ അടുത്തേക്ക് ആളുകളൊക്കെ വരുന്നുണ്ടല്ലോ, നിങ്ങൾ അവിടെ എന്തെങ്കിലും മെഡിസിൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന്. അപ്പോ അത് അവസാനം എത്തിപ്പെട്ട ഒരു ഇന്റർവ്യൂല് ഈ നമ്മുടെ ഒരു ഈ ആചാര്യനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ അടുത്തേക്കാണ് ആ ഇന്റർവ്യൂ എത്തിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എല്ലാവരുടെ അടുത്തേക്ക് ആൾക്കാർ വരുന്നുണ്ട് അല്ലെ, വരുന്ന സമയത്ത് ഞങ്ങൾ ഒരു കാരണവശാലും അവർക്ക് ഒരു മെഡിസിനോ ഒന്നും പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാല് അവരുടെ എന്താണോ വിഷമങ്ങൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ സന്തോഷവാനായിട്ട് തിരിച്ചു പോകുന്നത് എന്നുള്ളത്. സെയിം ഒരു ടിറ്റോ തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലിക്കബിൾ ആവേണ്ടത്. അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് ലിസണിങ് സ്കില്ല് നമ്മൾ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം എന്നെ സഹായിച്ചത് എന്റെ സീനിയർ കോച്ചുമാരെ, എന്റെ കോച്ച് സിയാദൻ സലീം, അവർക്ക് എല്ലാവർക്കും ഫ്രം ദ ഹാർട്ടിൽ നന്ദി പറയുന്നു. അതേപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റം പവർഫുൾ ആയിട്ട് ഓരോ ദിവസം ഓരോ മനുഷ്യനെ ട്രാൻസ്ഫോം ആക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു അടുത്ത് മാഡം ഞാനൊരു യാത്ര ചെയ്തു. യാത്ര ചെയ്യുന്ന സമയത്ത് മുന്നേ യാത്ര ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ബോംബെയിലാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ യാത്രക്ക് ധാരാളമായിട്ട് ചെയ്യേണ്ടി വരും. മുന്നേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയില്ല. ഇപ്പൊ ഈ കമ്മ്യൂണിറ്റി അറിഞ്ഞിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ഈ കമ്മ്യൂണിറ്റിന്റെ ഭാഗത്തേക്ക് വരാന്, നാട്ടിലേക്ക് വരാന്, ന്യൂട്രീഷൻ സെന്ററുമായിട്ട് അടുക്കാന്. കാരണം പുറത്ത് വൺ ട്രാപ്പുകളാണ്. ഭക്ഷണങ്ങളായിട്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട്, കമ്മ്യൂണിറ്റി അറ്റ്മോസ്ഫിയർ ആയിട്ട്, ആളുകളുമായിട്ടുള്ള ബാഡ് റിലേഷനുമായിട്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഉണ്ടാവുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ട്രാപ്പ് ആവില്ല. ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അടിപൊളി സെഷൻ ആയിരുന്നു മാഡം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പൊ എനിക്ക് പറഞ്ഞതുപോലെ നമ്മുടെ തെറ്റായ ഭക്ഷണ ജീവിതശൈലി തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നല്ലേ. ആ തെറ്റായ ഭക്ഷണ ജീവിതശൈലി മാറ്റുമ്പോഴാണ് നമ്മുടെ ക്യാരക്ടറും ചേഞ്ച് വന്നത്.